ഇമിഗ്രേഷൻ അല്ല പ്രശ്നം, ക്വാളിറ്റി ഓഫ് ദി ഇമിഗ്രേഷൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. ഇവർക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്, പക്ഷെ ആ വേണ്ട ആൾക്കാരെ അല്ല ബേസിക്കലി ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം വരുന്നവർക്ക് അത്രയും കഷ്ടപ്പാടില്ല. ഇൻ ദ സെൻസ് അവർക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കഷ്ടപ്പാടാണ്. ലൈഫ് ഈസിയർ ആവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഉണ്ടായോ? നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 2 ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലോങ് അവേഴ്സ് ജോലി ചെയ്യേണ്ടി വരും, സേവ് ചെയ്യേണ്ടി വരും. എവറി മന്ത് നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് ബില്ലുണ്ട്, അത് പേ ചെയ്യാനുള്ള സ്ട്രഗിളും കാര്യങ്ങളും അതിനു വേണ്ടി ഓടുന്നത്. കാനഡ എന്ന് വെച്ചാൽ ഐ ഓൾവേസ് തോട്ട് കാനഡ വാസ് എ വൈറ്റ് കൺട്രി. ഞാനാണെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും മഞ്ഞൊന്നുമില്ല. ഞാൻ അടിച്ചിട്ടേ രാജ്യം മാറിപ്പോയി. ഞാൻ കയറിയ ഫ്ലൈറ്റ് മാറിപ്പോയോ. കാനഡയിലെ ഏത് സ്ഥലത്തേക്ക്? ബിക്കോസ് ഹി ഈസ് ഓൾസോ ഗോയിങ് ടു കാനഡ to like Brampton and he is like okay. പിന്നെ മൂപ്പര് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം മനസ്സിലായി. ചാടി ഇറങ്ങാൻ പറ്റില്ല. Now we have established like the expectations of people, right? Like what they should expect. Yeah. Now before any of this, I want to talk about immigration level plans, the current immigration level plans they are going to execute, right? In 2025 to 2027, they are set, and our government has already acknowledged the fact that they had made mistakes in, bringing in a lot of immigrants and, without proper system and all. Now they want to reverse everything back, or reverse, or like make changes, or like have more control. Probably they are going to implement more, scrutinized measures and all. So what do you think? Like ഇനി അതായത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒബ്വിയസ്ലി അത് റെഡിയാക്കണം. അതിപ്പോൾ ഒരു പ്രശ്നമാണെങ്കിൽ റെഡിയാക്കണം. ഇനി വരാൻ പോകുന്ന ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻസും കാര്യങ്ങളും അത് നമുക്ക് ഇനി മുന്നോട്ടേക്ക് അത് നല്ല ആപ്റ്റ് ആണോ അതോ അത് വേണോ? what do you guys think? Obviously they are trying to reduce intakes, international students, immigrants, refugees and all these things, hoping that all the other infrastructures and the country will grow. So like you said, the damage is already done. സോ ഒരു ഇങ്ങനെ എന്താ പറയുന്നത്, മാജിക് പോലെ റിവേഴ്സ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഒറ്റയടിക്ക് എല്ലാം സെറ്റൊന്നും ആവില്ല. അതായത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവരിപ്പോൾ 2025 ഇത്രയും അവർ പി ആർ ആണെങ്കിലും വെട്ടി കുറച്ചു. ഓൾമോസ്റ്റ് 1 lakh ആൾക്കാർക്ക് കുറച്ചേ അവർ പി ആർ കൊടുക്കുന്നുള്ളൂ. നോട്ട് ഓൺലി ദ ഗവൺമെന്റ്, എവറിബഡി തിങ്സ് ദിസ് ഇസ് ദ റീസൺ ദാറ്റ് ദ കൺട്രി ഈസ് ഗോയിങ് ഡൗൺ. അതായത് ഇമിഗ്രേഷൻ ആണ് കൺട്രി ബാക്ക്വേർഡ്സിലേക്ക് പോകുന്നത് എന്നാണ് എല്ലാവരുടെയും വിചാരം. ഗവൺമെന്റും അങ്ങനെയാണ് പറയുന്നത്. അതിനുവേണ്ടി അതാണ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡു യു തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്, ഓർ ലൈക്ക് അതായത് ഇപ്പോഴത്തെ കോമൺ ട്രെൻഡ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇമിഗ്രൻസിന്റെ തലയിലിടുക, ഓ ക്രൈം കൂടി ലൈക്ക് എന്ത് ഒരു ഇഷ്യൂ ഉണ്ട്, ഹൗസിംഗ് കിട്ടുന്നില്ല, ഇമിഗ്രൻസ് കൂടുതൽ വന്നു, ദാറ്റ്സ് ദ ഇഷ്യൂ. അഫ്കോഴ്സ് കൂടുതലുണ്ട്, പക്ഷെ അത് ഇമിഗ്രൻസിനെ ബ്ലെയിം ചെയ്തിട്ട് എന്താണ് കാര്യം? അതായത് ഇവരെ ഈ രാജ്യത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്തത് ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് ആയിരുന്നു അത് എന്താ പറയുന്നത്, അവർക്കറിയാം, കൃത്യമായിട്ട് അറിയാം ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇത്രയും ആൾക്കാർ അവരുടെ കൺട്രിയിലോട്ട് വരുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ഇടയിൽ അവർ ഇഷ്ടം പോലെ മോർ ആൻഡ് മോർ ഇൻസെൻറ്റീവ്സ് ടു കം ടു ദിസ് കൺട്രി. വിസിറ്റർ വിസയിൽ വന്നിട്ട് വർക്ക് പെർമിറ്റിലോട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തോരം ആൾക്കാർ അങ്ങനെ വിസിറ്റർ വിസയിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് ഇതെന്നുള്ള രീതിയിൽ. ഡെഫിനറ്റ്ലി ഇമിഗ്രേഷൻ അല്ല പ്രശ്നം, ക്വാളിറ്റി ഓഫ് ദി ഇമിഗ്രേഷൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. അതായത് ഇവർക്ക് ഇപ്പോഴും ആക്ച്വലി ആൾക്കാരെ ആവശ്യമുണ്ട്. ഈ കൺട്രി ലൈക്ക് എല്ലാവരും പറയുന്ന പോലെ ദിസ് ഇസ് എ കൺട്രി ബിൽഡ് ഓൺ ഇമിഗ്രേഷൻ. അതായത് ഇമിഗ്രൻസ് ഇല്ലെങ്കിൽ ഈ രാജ്യം ഇല്ല ബേസിക്കലി. ഇവർക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്, പക്ഷെ ആ വേണ്ട ആൾക്കാരെ അല്ല ബേസിക്കലി ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ഇത്ര ബാഡ് ആവാൻ കാരണം ദർ ആർ നോട്ട് ഇനഫ് പീപ്പിൾസ്, ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ്. ഇത് ഈ പറഞ്ഞ പോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന മെഗ്ഡിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും. അതെ അതെ, അതൊരു വേറൊരു സൈഡ് ഓഫ് ആൻഡ് വൈ ഇസ് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ്, റൈറ്റ്? ലൈക്ക്
obviously they think they need people, but they might be bringing qualified people, but it's not on the right path or like proper pathways illa adine allengil. ഇതെല്ലാം ഹെൽത്ത് കെയർ ആയാലും ഒരു റെഗുലേറ്റഡ് പ്രൊഫഷനാണ്. ദേ ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് സ്ക്രീനിങ്. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഐ ഹവ് സീൻ ഇസ് ദാറ്റ്, ഒരു എക്സാമ്പിൾ ഹെൽത്ത് കെയർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അവരുടെ ഫീൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് കുറേ കടമകൾ കടക്കണം. ലൈക്ക് ലൈസൻസിങ്, ടെസ്റ്റ്, അങ്ങനെ കുറേ. സോ I feel like it should start right there, where somehow that needs to be streamlined ആവണം കുറച്ചും കൂടി ആ കാര്യങ്ങൾ. speeded up, or a better way should be done. It's not like there is no healthcare professionals in the country. There is plenty. It's just and they are ready to work as healthcare professionals, and most of the people അവർ ആ pathway choose ചെയ്ത് വേറെ ഫീൽഡ്സിലൊക്കെ പോകാനുള്ള കാരണം because ഒത്തിരി ലോങ് ആണ് ഈ പ്രോസസ്സ്, and they just get demotivated at some point. So അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽത്ത് കെയർ ആൻഡ് ഓൾ ക്യാൻ ബി ബെറ്റർ. ആൻഡ് obviously the whole healthcare needs to be fixed. That's a whole different topic to be addressed. Okay. Yeah. സോ ഇതൊരു സ്മോൾ കോൺട്രാസ്റ്റ് പോലെ, ലൈക്ക് ചേച്ചി ബേസിക്കലി കാനഡ വന്നത് ഒത്തിരി വർഷം മുമ്പാണ്. അതെ. സോ ചേച്ചി വന്ന സമയത്ത് യു ഹാഡ് എൻ എക്സ്പെക്ടേഷൻ ഓഫ് കാനഡ, റൈറ്റ്, ഇൻ യുവർ മൈൻഡ്. അത് വെച്ചിട്ട് വെൻ യു കെയിം ഹിയർ, ആ സമയത്ത് വാട്ട് ഡിഡ് യു ഫീൽ? അത് ചേച്ചിയുടെ സമയത്തും യു കെയിം പ്രിറ്റി റീസെൻ്റ്ലി, ലൈക്ക് ജസ്റ്റ് അബൌട്ട് 2 years ആവുന്നേ ഉള്ളൂ. അപ്പം നമ്മളും നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആൻഡ് ദെൻ ലൈക്ക് വെൻ യു കെയിം ഇൻ ടു ദാറ്റ് റിയാലിറ്റി, അതെങ്ങനെയായിരുന്നു? ലൈക്ക് ഹൗ ഡിഡ് ഇറ്റ്? സോ വിൽ സ്റ്റാർട്ട് വിത്ത്, If you can recollect. yeah, another, yeah, it was pretty long ago. You asked me like 15 years. Exact 15 അല്ലല്ലോ, എത്ര വർഷം? It's been over 20 years. Yeah. Wow. Well, What was your expectation 20 expectations when I came back then, like as I told you earlier, we were on our own basically. We didn't ആദ്യം ആൾക്കാരില്ലായിരുന്നു, നമുക്ക് അറിയാവുന്ന ആൾക്കാർ. So we had to figure everything out on our own right from the beginning. Be it we didn't know how to find a doctor, where to start things. We didn't know. വ്ളോഗ്സ് ഉണ്ട്, Yes, everything everything is- എല്ലാം ഉണ്ട്. Wait, 20 Everything is years back online. means even before YouTube and all. Yeah, Yeah. became popular. Yeah. became Yeah, it's popular. like, I mean, before YouTube. അതെ. Or Everything before is ഇപ്പം നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ കുറേ ഉണ്ട്. ബാക്ക് ദെൻ ഇറ്റ് വാസ് ലൈക്ക് we had to figure things out on our own, and it was a different way. പ്ലസ് ഇപ്പം നമ്മൾ തിരിച്ചു നോക്കുമ്പം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പം വരുന്നവർക്ക് അത്രയും കഷ്ടപ്പാടില്ല. ഇൻ ദ സെൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കഷ്ടപ്പാടാണ് ഇപ്പൊ വരുന്നവർക്ക്. ഫുൾ ട്യൂട്ടോറിയൽ ആൻഡ് വേരിയേഷൻസ് ഓഫ് ദാറ്റ്. അതെ, മലയാളത്തിൽ വേണോ, ഹിന്ദി വേണോ, എല്ലാം ഉണ്ട്. ലൈക്ക് ജോലിയും കാര്യങ്ങളുമാണ് ഇവിടെ ഇപ്പം വന്നു കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ. ബാക്ക് ഇൻ ദ ഡേ ജോലി ഉണ്ടായിരുന്നു, അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ആൾക്കാർ ഷോർട്ടേജ് ആയിരുന്നു ബാക്ക് ദെൻ. ഇത്രയും പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് സേ എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഒരു 12th കഴിഞ്ഞിട്ട് 17 years മുതൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. നമ്മൾ 17 years മുതൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. സോ സേ ആൾക്കാർ ദേ മേക്ക് ഷുവർ ദാറ്റ് ദേ വർക്ക്. സോ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഗിവ്സ് ദം ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഇപ്പം ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരാൾ ജോലി തപ്പി പോയാൽ കിട്ടാനില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ബീങ് ടേക്കൺ അപ്പ് ബൈ ടെമ്പററി റെസിഡൻസ് ആൻഡ് everything is basically been taken up. So and then lot of Canada ഗുണങ്ങൾ, there's a lot of good things to be said about. Say ഇവിടെ ഒരു ഹൈസ്കൂളിൽ നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 40 hours of community service ചെയ്യണം. എന്നാലേ നമുക്ക് ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ സേ യു ആർ ലേണിംഗ് ദാറ്റ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ബിഫോർ യു ഹെഡ് ഇൻ ടു യൂണിവേഴ്സിറ്റി, and it teaches you lessons.
സോ അതൊക്കെയാണ് വൺ ഓഫ് ദ പ്ലസ് പോയിന്റ് ഈ രാജ്യത്ത്. സേ നാട്ടിൽ ഐ ഡോണ്ട് തിങ്ക് സോ കേരളത്തിൽ നമുക്ക് ഹൈസ്കൂളിൽ അത് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യത്തില്ല. ബേസിക്കലി ടീച്ചേഴ്സ് യു റെസ്പോൺസിബിലിറ്റി ആൻഡ് ബി ഓൺ യുവർ ഓൺ ഫുട്ട് ബേസിക്കലി. അതാണ് ഈ രാജ്യത്തിൻ്റെ that's what they teach you to be. And so that's just one difference തോന്നിയിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ സേ അന്ന് ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇപ്പൊ കാനഡയിൽ ചേച്ചി വന്നത് ഇപ്പോൾ കമ്മിങ് ഹിയർ ലൈക്ക് when you decide coming here അപ്പൊ എന്തായിരുന്നു എക്സ്പെക്ടേഷൻ? how did you imagine Canada to be? Canada എന്ന് വെച്ചാൽ ഐ ഓൾവേസ് തോട്ട് കാനഡ വാസ് എ വൈറ്റ് കൺട്രി ആൻഡ് ഫുൾ വൈറ്റ് ആയിരിക്കും, എവിടെ സ്നോ ആയിരിക്കും എല്ലായിടത്തും. അങ്ങനെയാണ് പിക്ചറൈസ് ചെയ്തേക്കുന്നത്. ആൻഡ് പ്ലസ് എല്ലാം ഇറ്റ് വിൽ ബി നമ്മുടെ മലയാളികൾ അധികം ഇല്ലായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് എക്സാക്ട്ലി there was as I told you earlier, മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് GTA ഏരിയ എടുത്ത് നോക്കിയാൽ there were more population than compared to that was back then too. പക്ഷെ ഇത്രയും ഇല്ലായിരുന്നു. ബട്ട് that was what it was. അപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാനഡ തന്നെയാണോ ചേച്ചിക്ക് ഇവിടെ വന്നപ്പോഴും ലൈക്ക് ഇവിടെ വാസ് ഇറ്റ് എ ന്യൂ എക്സ്പീരിയൻസ്? അതായത് ഇപ്പൊ ചേച്ചി ശരിക്കും വന്നത് കുവൈത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വന്നത്. അപ്പൊ അവിടുന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും കാനഡ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണോ ഇവിടെ വന്നപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഇറ്റ് കൈൻഡ് ഓഫ് വാസ് ദ സെയിം. സോ ഒരു സിമിലർ എക്സ്പെക്ടേഷൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് ടു ഫാർ ഫ്രം ഡിസപ്പോയിന്റിംഗ് അല്ലായിരുന്നു. Now we'll come to you. കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് റിജോയുടെ മനസ്സിലുണ്ടായിരുന്ന കാനഡ എങ്ങനെയായിരുന്നു? My expectation was like obviously നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല, നാട്ടിലും ഇതേ പ്രശ്നമാണ്. ഓവർ പോപ്പുലേറ്റഡ്, ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് സ്കേഴ്സ് ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. സോ എല്ലാവരും ഇങ്ങോട്ട് കയറി വരുന്ന എല്ലാവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, അതായത് ടു ഹാവ് എ ബെറ്റർ ലൈഫ് ഓർ ലൈക്ക് മേക്ക് ബെറ്റർ കരിയർ ഓർ ലൈഫ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഒബ്വിയസ്ലി ആ ഒരു എക്സ്പെക്റ്റേഷനാണ് കാനഡ ചൂസ് ചെയ്തതെന്നല്ല, ലൈക്ക് ഇറ്റ് വാസ് one of my options, and eventually I found out this will be the only option that I will be able to get. So I chose Canada. പക്ഷെ അത് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് വലിയ പ്രത്യേകിച്ച് എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ആലോചിക്കും. I had this expectation where നാട്ടിലെക്കാട്ടിയും എളുപ്പമായിരിക്കും ജീവിക്കാൻ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. ലൈക്ക് you don't have to struggle that much to earn or like even പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ പെർ അവർ മിനിമം വേജ് എത്രയാണ്, അത് കൺവേർട്ട് ചെയ്യുമ്പോൾ I'm getting so much. I'll be having a very good life. I'll be able to save a lot of money. അങ്ങനെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കോണ്ടാക്ട് ചെയ്യുന്ന ഏജൻസിയും ഇതേപോലെ നല്ലൊരു പിക്ചറാണ് കാനഡനെ കുറിച്ച് തന്നത്. Yeah, and when I got like ഞാൻ ബ്രാംപ്ടണിലേക്കാണ് എഡ്യൂക്കേഷൻ മൂവ് ചെയ്തത്. അപ്പോൾ ബ്രാംപ്ടൺ ആന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ടിപ്പിക്കൽ ഈവൻ വെൻ യു കെയിം. ഓക്കെ പക്ഷെ എനിക്കിത് ശരിക്കും അത് അതിൻ്റെ ഫുള്ളായിട്ട് കത്തിയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ലൈക്ക് വീഡിയോസ് കാണുമ്പോഴും before you research like so many YouTube videos, അപ്പോൾ ചെറിയൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു ഇറ്റ്സ് നോട്ട് ഗോണ ബി ലൈക്ക് ടിപ്പിക്കൽ കാനഡ, കുറേ ഇന്ത്യൻസ് ഉണ്ടാവും എന്നാണ്. ഫുൾ ഇന്ത്യൻസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കുറേ ഇന്ത്യൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരാൻ ഫ്ലൈറ്റ് കയറിയപ്പം എൻ്റെ അടുത്തിരുന്ന ഐ തിങ്ക് ദ സെക്കൻഡ് ഫ്ലൈറ്റ് എൻ്റെ അടുത്തിരുന്ന ആൾ എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്. കാനഡയിലേക്ക് സ്റ്റുഡൻ്റ് ആയിട്ടാണ് പോകുന്നത്. കാനഡയിലെ ഏത് സ്ഥലത്തേക്കാണ്, ബിക്കോസ് ഹീ ഈസ് ഓൾസോ ഗോയിങ് ടു കാനഡ. told like Brampton and he's like okay. Then I asked him like why are you asking like that? പിന്നെ മൂപ്പര് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം മനസ്സിലായി. പിന്നെ വൺസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ജസ്റ്റ് accepted the fact. പിന്നെ കുറെയൊക്കെ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് പറ്റിയില്ല, ചാടി ഇറങ്ങാൻ പറ്റില്ല.
ഇല്ല, ബട്ട് those were my expectations. അതായത് കുറേം കൂടി ലൈഫ് ഈസിയർ ആവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഉണ്ടായോ? നോ, 2 മടങ്ങ് ടഫ് ആവാണ്. കാരണം ഇവിടെ മേ ബി ഇവിടെ ഇല്ലാത്തവർക്ക്, അതായത് നാട്ടിലുള്ളവർക്ക് ഈ ഒരു ഇത് ലൈക്ക് യു മൈറ്റ് ഹാവ് ഫീൽഡ് ഇറ്റ് ലൈക്ക് ഈ രാജ്യത്തോട്ട് വരുന്നവർ, ഈവൻ ഇഫ് ദേ ആർ വെരി ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ, വൺസ് ദേ റീച്ച് ഹിയർ സഡൻലി ദേ ആർ വെരി സൈലൻറ്റ് ഇൻ ദ സോഷ്യൽ മീഡിയ. അതായത് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടൂല, സ്റ്റോറി ഇടൂല, അല്ലെങ്കിൽ റീൽസ് ഇടില്ല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. ദാറ്റ്സ് ദ ഓൺലി റീസൺ. അതായത് നമ്മളെ നാട്ടിലെ പോലെ ഒരു നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഒരുപാട് സമയമുണ്ടായിരുന്നു. ഇവിടെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2 ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലോങ് അവേഴ്സ് ജോലി ചെയ്യേണ്ടി വരും, സേവ് ചെയ്യേണ്ടി വരും. എവറി മന്ത് നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് ബില്ലുണ്ട്, അത് പേ ചെയ്യണം. അത് പേ ചെയ്യാനുള്ള സ്ട്രഗിളും കാര്യങ്ങളും അതിനു വേണ്ടി ഓടുന്നു. അപ്പോൾ ഇതിനൊന്നും സോ obviously social media and our personal life becomes secondary to all. അല്ല, എന്നിട്ട് മേ ബി യു വിൽ പോസ്റ്റ് വൺസ് ഇൻ 3 months 6 months ഇടുന്ന ഒരു പോസ്റ്റ് ചിലപ്പോൾ സൂപ്പർ ആയിരിക്കും, ബിക്കോസ് നല്ലൊരു അടിപൊളി സ്ഥലത്ത് പോയിട്ട്. അപ്പൊ അതാണ് ആൾക്കാർ നാട്ടിലിരുന്ന് കാണുന്നത് ഇത്. അപ്പൊ അവര് വിചാരിക്കും he is having a very good life. he is having the time of his life. അടിപൊളി സ്ഥലമാണ്. അതെ, എല്ലാം. കാരണം അത് ഈ പറഞ്ഞ പോലെ 3-4 മാസം കൂടുമ്പോ സൂക്ഷിച്ചൂട്ടി വെച്ച പൈസയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകുമ്പോൾ ഇടുന്ന ഫോട്ടോസ്. അല്ലെങ്കിൽ ഓബ്വിയസ്ലി നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നും ഒരിക്കലും അതുപോലെ വിശ്വസിക്കരുത്. കാരണം അതായത് ഇപ്പൊ ഒരു പുറത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് നല്ല പിക്ചർ എടുക്കും, അതിൽ ഏറ്റവും നല്ല പിക്ചറിൽ 1-2 ഇടുന്ന സോഷ്യൽ മീഡിയ. സോ ഡോണ്ട് expect those kind of things, when you see everything in social media. And what was your experience? I mean, like expectation. നമ്മളിപ്പോ എനിക്കെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും ഇപ്പൊ ചേച്ചി വന്ന സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ വ്ളോഗ്സ് ഉണ്ട്, എല്ലാവരും കാനഡ കാണിക്കുന്നുണ്ട്. സോ സ്ഥലങ്ങളുടെ പേരായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു ബേസിക് ധാരണയുണ്ട് എന്താണ് എവിടെയാണെന്നൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോൾ ഇത്രയും അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന ഇത്രയും വലിയ രാജ്യമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഐ കം ഫ്രം എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. എനിക്ക് അങ്ങനെയായിരുന്നു മനസ്സിൽ. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആണെങ്കിലും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ ദാറ്റ് ഈസ്. പക്ഷെ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു തോട്ട്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഡിസംബർ, റൈറ്റ്? സോ വിൻ്റർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ തലയിലും മഞ്ഞുണ്ടല്ലോ. വിൻ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞാണല്ലോ നമ്മുടെ തലയിൽ. ഞാനാണെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും മഞ്ഞൊന്നുമില്ല. ഞാൻ അടിച്ചിട്ടേക്കും ഇനി രാജ്യം മാറിപ്പോയി, ഞാൻ കയറിയ ഫ്ലൈറ്റ് മാറിപ്പോയോ, ഇതല്ലേ ഇനി കാനഡ എന്നുള്ളൊരു തോട്ട് ലൈക്ക് മനസ്സിലോട്ട് വന്നു. ദെൻ യു ലൈക്ക് ഗെറ്റ് ഡൗൺ. എന്നിട്ട് പുറത്തോട്ട് വന്നൊക്കെ കഴിയുമ്പോഴാണെങ്കിലും ഇപ്പോൾ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പ്രിറ്റി ബേസിക്. നമ്മളിപ്പോൾ ലോകത്ത് എവിടെ പോയാലും എയർപോർട്ടൊക്കെ സിമിലർ ആണ്. എന്നിട്ട് ഞാൻ വണ്ടിയിൽ കയറി ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നോക്കുമ്പോൾ ഹൈ റൈസ് ബിൽഡിങ്സ് ഉണ്ട്. അതിപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ നമ്മൾ മുംബൈയിലോ ഒരു സിറ്റി പോയൊരു ഫീൽ തന്നെ ഉള്ളൂ. ഞാൻ ഇനിയൊരു പുതിയ രാജ്യത്തെത്തി എന്നുള്ള ഒരു ഫീലൊന്നും അങ്ങനെ കിക്കിന് ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാനും വന്നത് ടൊറൻറ്റോ അടുത്തുള്ള ഈ GTA ഏരിയയിലാവുമ്പോഴത്തേക്കും ഇവിടെ കൂടുതലും നമ്മുടെ ആൾക്കാർ, നമ്മുടെ പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആണ്. ഭയങ്കര ഒരു ഏലിയൻ പ്ലേസിലോട്ട് വന്ന പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാനുള്ള ഒരു, അതായത് ഞാൻ പഠിച്ച കോളേജിൽ ഞങ്ങൾ 50 ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു 5 പേര് ഡിഫറെൻറ്റ് രാജ്യത്തു നിന്നും ബാക്കി 45 പേര് ഇന്ത്യൻസ് ആയിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 100% Indians from Brampton. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത്, ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഒരു നയഗ്ര ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ഓക്കെ ഇപ്പോൾ വേറെ രാജ്യത്താണല്ലേ, വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ഉള്ളൊരു ഫീല് നമുക്ക് കുറച്ചും കൂടി എങ്കിലും കിട്ടുന്നത്. സോ അങ്ങനെ I mean, but still that's okay. Like, surrounded by our people is still okay. But if your intention was to experience different culture and country, then coming to GTA will not be a good choice. For sure. അല്ല, അത് ഒരു പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഉണ്ട്, നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെത്താനാണ് ചെയ്യുന്നത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഇവിടെ വന്നു ഞാൻ
എനിക്ക് ഓർമ്മയുണ്ട് ജാനുവരിയിൽ വന്നു. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പണിക്ക് പോകുമ്പോഴും ആദ്യത്തെ ദിവസം പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അമ്മേ ഇതെനിക്ക് പറ്റിയ പണിയല്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് ജസ്റ്റ് ടു ഹാർഡ് യുനോ, എനിക്ക് പറ്റുന്നില്ല. ലൈക്ക് ഫിസിക്കലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് എന്നെ കൊണ്ട് അത്രയും ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. യുനോ ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ പ്രോബ്ലി വേറെ ജോലികളൊക്കെ ട്രൈ ചെയ്യാം. ബിക്കോസ് എനിക്ക് തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ബാക്ക് ഹോം. സോ ഐ വാസ് ലിറ്റിൽ ഒപ്റ്റിമിസ്റ്റിക് ദാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ള ഒരു ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു ഒപ്റ്റിമിസം ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ പോയി കിട്ടി. സോ ദെൻ 3-4 months കഴിയുമ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഓക്കെ നൗ ഐ നീഡ് ടു ബി പ്രാക്ടിക്കൽ ആൻഡ് ദെൻ യുനോ ഇവിടെ ജീവിക്കണമെങ്കിൽ പൈസ വേണം. സോ ലൈക് കംപ്ലൈന്റ് ചെയ്യുന്ന കുറ്റം പറയുന്നതല്ല, എക്സ്പീരിയൻസസ് റിയൽ തിങ്സ് റൈറ്റ്. ബിക്കോസ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു നെഗറ്റീവ് കോൺവെർസേഷൻസ് ആൻഡ് ഓൾവേസ് ഗോയിങ് ഓൺ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ഒപ്റ്റിമിസം ഉണ്ടായിരുന്നു. ഇല്ല, എൻ്റെ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ഉണ്ട്, നമുക്ക് സ്കിൽസൊക്കെ ഉണ്ട്. സോ പ്രോബബ്ലി അത് ലൈക്ക് യുനോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി എന്നല്ല, പക്ഷെ എന്നാലും നമുക്കൊരു വേ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 months ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോൺഫിഡൻസ് ഒക്കെ അങ്ങ് താഴത്തോട്ട് പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ തിരിച്ചു പോയി വർക്ക് ചെയ്തു. അത് വേറെ കാര്യം. അത് പിന്നെ നമ്മൾ അപ്പോഴത്തേക്കും ഒരു അഡാപ്റ്റ് ആവും ദാറ്റ് യുനോ നമുക്കിപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആരെൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് കാനഡയിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പോയാൽ മതി, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഡു വിത്ത് ദിസ് കൺട്രി എന്നായിരുന്നു പറയുന്നത്. പക്ഷെ ദാറ്റ് തിങ് ഇവൻച്വലി ചേഞ്ചസ് ഐ ഫീൽ. നമ്മൾ കുറച്ചും കൂടി കരിയർ ഫോക്കസ് ആവുമ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞ് നമ്മൾ പാർട്ട് ടൈം എന്ന് മാറി ഒരു ഫുൾ ടൈം ജോലിയിലേക്ക് ആവുമ്പോൾ തന്നെ ഐ പേഴ്സണലി ഫീൽ അത് തന്നെ ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് കൊണ്ടുവരും. നമ്മളിപ്പോൾ ഒരു മൺഡേ ടു ഫ്രൈഡേ ആണ് ഒരു ജോലിക്ക് പോകുന്നതെങ്കിൽ ആ വീക്കെൻഡ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര മനസ്സമാധാനമുണ്ട്. എൻ്റെ കേസിൽ അങ്ങനെയായിരുന്നു. സോ അപ്പോൾ ഇപ്പോൾ സ്ലോലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഈ രാജ്യം, നമുക്ക് നല്ലതൊക്കെയാണെന്ന് തോന്നുന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് ഇവൻച്വലി അത് കൊണ്ടുവരും. സോ എനിക്കിത് ഓർമ്മയുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റിലാണെങ്കിലും കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു. ഇത് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആകുമ്പോൾ അവർ പറഞ്ഞു ഷോ അതെന്താ അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. ബിക്കോസ് യുനോ ആൻഡ് ദേ ഓൾ യൂസ് ടു ടെൽ മീ ദറ്റ് ഇവൻച്വലി യുനോ യു ആർ ഗോയിങ് ടു ഫീൽ ബെറ്റർ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് എന്നുള്ള സംഭവമായിരുന്നു. ആൻഡ് ദെൻ ലൈക്ക് ഐ ഫീൽ ആ ഒരു ചേഞ്ച് ഇവൻച്വലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.